ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരങ്ങൾ കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന് സമരം നടക്കുന്നുണ്ട്. കമൽ വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. കമൽ, എത്രത്തോളം വലിയ പ്രതിഷേധമാണ് വയനാട്ടിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് നടത്തുന്നത്? ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയനാട്ടിൽ സമരം നടക്കുന്നത്. കലക്ട്രേറ്റിന്റെ രണ്ടാമത്തെ കവാടം ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ് ഈ സമരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ മുഴുവനുണ്ട്. എല്ലാ മേഖലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, വനിതകൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പ്രവർത്തകരുമെല്ലാം സമരത്തിന് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രവർത്തക പങ്കാളിത്തം ഉള്ള ഒരു സമരമാണ് വയനാട്ടിൽ നടക്കുന്നത്. നിയമസഭ നടക്കുന്നത് കൊണ്ട് തന്നെ MLA-മാരോ മുതിർന്ന KPCC-യുടെ യോഗവും ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ ആരും എത്തിയിട്ടില്ല. പക്ഷേ വയനാട്ടിലെ മുഴുവൻ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരമാണ് നടക്കുന്നത്. കലക്ട്രേറ്റിന്റെ പ്രധാന ഗേറ്റിൽ മറ്റൊരു സമരം നടക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ ഗേറ്റ് ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ഉദ്ഘാടന പ്രസംഗം നടക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പങ്കാളിത്തമുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. കമലാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഏറെ ജനപങ്കാളിത്തമുള്ള ഒരു സമരമാണ് വയനാട്ടിൽ ഉണ്ടാകുന്നത്. സഭ നടക്കുന്നത് കൊണ്ട് MLA-മാരടക്കമുള്ളവർ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 2 MLA-മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യഗ്രഹ സമരം നടത്തുന്നുണ്ട്. അതേസമയം വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് സമരം നടത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ട് വയനാട്ടിലെ സമരമാണ് നമുക്ക് സ്ക്രീനിൽ ഒരു വശത്ത് കാണാൻ കഴിയുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, എത്രത്തോളം വലിയ പ്രതിഷേധം അവിടെ? മലപ്പുറത്തും കോൺഗ്രസ് വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് മുഴുവൻ പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ടാണ് മലപ്പുറം സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ കോൺഗ്രസ് ചെറുതും വലുതുമായ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി മുഴുവൻ പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. എന്നാൽ ഇതുവരെയുള്ള പ്രതിഷേധം സമാധാനപരമാണ്. ആദ്യം പ്രതിഷേധം സിവിൽ സ്റ്റേഷന് മുൻപിൽ എത്തിയ തന്നെ ബാരിക്കേഡിന് മുകളിൽ ചില പ്രവർത്തകരൊക്കെ കയറിയെങ്കിലും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ താഴെ ഇറക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതിൽ DCC അധ്യക്ഷൻ VS ജോയ്, അതുപോലെ തന്നെ സന്ദീപ് വാര്യർ, കോൺഗ്രസ് നേതാവ് VA കരീം തുടങ്ങിയ നേതാക്കളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സന്ദീപ് വാര്യരാണ് മലപ്പുറത്തെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ തന്നെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. വലിയ ജനപങ്കാളിത്തം ഉണ്ട് എന്നുള്ളതോടുകൂടിയാണ് കാര്യം. ഇന്ന് ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ റിമാൻഡ് ചെയ്ത സംഭവമൊക്കെ വീണ്ടും റിമാൻഡ് ചെയ്ത സംഭവമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അഡ്വക്കേറ്റ് VS ജോയ് അടക്കമുള്ളവർ പ്രതിഷേധ പ്രകടനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഏറ്റവും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സ്വർണം കെട്ട താരപ്പാ തുടങ്ങിയ പാട്ടുകൾ ഉൾപ്പെടെ പാടിക്കൊണ്ട് അത് പ്രവർത്തകർ അണിനിരന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടൊക്കെയാണ് പ്രതിഷേധം മലപ്പുറത്ത് പുരോഗമിക്കുന്നത്. സന്ദീപ് വാര്യരാണ് ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭ നടത്തുന്നത് കൊണ്ട് MLA-മാർക്കോ മറ്റോ MLA-മാരോ മറ്റോ ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നിട്ടില്ല. വലിയ ജനപങ്കാളിത്തം ഈ പ്രതിഷേധങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് കാര്യം. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രതിഷേധം ശക്തമാക്കാനാണ്, വരും ദിവസങ്ങളിൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വീണ്ടും ആളിക്കത്തിക്കുകയാണ് കോൺഗ്രസ്. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലിയ പ്രതിഷേധം മികച്ച ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊരു പ്രധാന അറിയിപ്പ് പ്രവർത്തകന്മാരോട് പറയാറുള്ളത്, കമൽ വയനാട്ടിൽ നിന്ന് തുടരുന്നുണ്ട്. കമൽ, എന്താണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് തീരുമാനം? മധു, ഒരു പ്രതിഷേധ പ്രകടനം എന്നുള്ള നിലയിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. മുതിർന്ന നേതാക്കളാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗേറ്റിന്റെ മുകളിലടക്കം ഇരിക്കുന്നുണ്ട്. കലക്ട്രേറ്റിന്റെ രണ്ടാം കവാടത്തിലാണ് സമരം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പ്രവർത്തക പങ്കാളിത്തം കൊണ്ടാണ് ഈ പ്രതിഷേധം ശ്രദ്ധേയമാകുന്നത്. ജില്ലയിലെ മുതിർന്ന
കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ പങ്കെടുക്കുന്നുണ്ട്. MLA-മാരും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും തിരുവനന്തപുരത്തായതുകൊണ്ട് അവരില്ല. പക്ഷേ ബാക്കി എല്ലാ ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ അണിനിരന്നുള്ള വലിയൊരു പ്രതിഷേധ പ്രകടനമാണ്. മാത്രമല്ല വയനാട്ടിൽ CPIM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതുകൂടി ഉന്നയിച്ചുകൊണ്ടാണ് വയനാട്ടിലെ പ്രതിഷേധം നടക്കുന്നത്. മാധു, കമലും ഇംതിയാസുമാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്തു നിന്നും വയനാട്ടിൽ നിന്നും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമുയർത്തി കോൺഗ്രസ് പ്രതിഷേധം നടത്തുകയാണ്. ഇടവേള.